കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടികളിലൊന്ന് നേരിട്ടിട്ടും ജനങ്ങൾ മുഖത്തടിച്ച പോലെ വിധി എഴുതിയിട്ടും ഇപ്പോഴും ഞങ്ങൾ ചെയ്തതൊന്നും തെറ്റല്ല എന്ന് പറയാൻ എത്രമാത്രം തൊലിക്കെട്ടി വേണം. അതെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നിയമസഭാ തിരഞ്ഞെടുപ്പിലെ LDFന്റെ കനത്ത പരാജയത്തെക്കുറിച്ചും ആ പരാജയത്തിന് CPM നൽകുന്ന വിചിത്രമായ ന്യായീകരണങ്ങളെക്കുറിച്ചുമാണ്. വ്യക്തികളെ കുറ്റപ്പെടുത്തി ചർച്ച വേണ്ടെന്ന CPM സംസ്ഥാന സമിതി തീരുമാനിച്ചിരിക്കുന്നു. ക്യാപ്റ്റൻ രക്ഷപ്പെട്ടു. തോൽവി അപ്രതീക്ഷിതമാണത്രേ. പട്ടിണി കിടക്കുന്നവന്റെയും പെൻഷൻ മുടങ്ങിയവന്റെയും പിൻവാതിൽ നിയമനം കണ്ട് സഹികെട്ട ഉദ്യോഗാർത്ഥികളുടെയും വോട്ട് വീണപ്പോ അത് അപ്രതീക്ഷിതമെന്ന് വിളിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കീറി മുറിക്കാൻ പോകുന്നത് പിണറായി പാർട്ടിയുടെ അഹങ്കാരത്തെയും ജനങ്ങളെ പുച്ഛിക്കുന്ന CPM ശൈലിയെയുമാണ്. എന്തുകൊണ്ട് ഇവർക്ക് തെറ്റുതിരുത്താൻ കഴിയുന്നില്ല? കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു രാഷ്ട്രീയ സുനാമിക്കാണ് 2026 സാക്ഷ്യം വഹിച്ചത്. 100 സീറ്റുകളുടെ കരുത്തിൽ ഭരണം തുടങ്ങിയവർ വെറും 35 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയി. 140 മണ്ഡലങ്ങളുള്ള കേരളത്തിൽ 100-ൽ പരം സീറ്റുകൾ നേടി UDF തരംഗമാഞ്ഞടിച്ചു. അത് അപ്പോൾ ബാക്കിയായത് വെറും 35 എന്ന പരിഹാസ്യമായ നമ്പർ മാത്രം. പക്ഷേ ഞെട്ടിക്കുന്ന കാര്യം ഇതൊന്നുമല്ല. ഇത്രയും വലിയൊരു തിരിച്ചടി ജനങ്ങൾ മുഖത്തടിച്ചതുപോലെ നൽകിയിട്ടും ഇപ്പോഴും CPM പറയുന്നത് ഈ പരാജയം അപ്രതീക്ഷിതമാണെന്നാണ്. ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾക്ക് അർഹതയുണ്ടായിരുന്നു ഭരണം തുടരാൻ. 13 മന്ത്രിമാർ തോറ്റപ്പോൾ പാർട്ടി കോട്ടകൾ തകർന്ന് തരിപ്പണമായി. എന്നിട്ടും ഒരു നേതാവിന് ഉത്തരവാദിത്വമില്ല. വ്യക്തിപരമായ വീഴ്ചകളല്ലത്രേ, തിരിച്ചടി അപ്രതീക്ഷിതമാണത്രേ. എന്തൊരു തൊലിക്കട്ടിയാണ് ഇവരുടേത്. കഷ്ടം. നമുക്ക് ചില ഡാറ്റകൾ എന്തായാലും പരിശോധിക്കാം. 2021-ൽ 99 സീറ്റുകൾ നേടിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ 5 വർഷം കൊണ്ട് ജനങ്ങൾ അവരെ 35 സീറ്റിലേക്ക് ഒതുക്കി. മന്ത്രിമാരുടെ പതനം. മുഖ്യമന്ത്രി പിണറായി വിജയനും KN ബാലഗോപാലും അടക്കം വിരലിൽ എണ്ണാവുന്നവർ മാത്രം കഷ്ടിച്ച് ജയിച്ചു കയറിയപ്പോൾ 13 മന്ത്രിമാരാണ് പരാജിതരായത്. ഇതിൽ ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാം ഉൾപ്പെടും. മന്ത്രിമാർ പോലും തോൽക്കുമ്പോൾ അതിനെ അപ്രതീക്ഷിതം എന്നൊക്കെ വിളിക്കുന്നത് ജനങ്ങളെ തന്നെ പുച്ഛിക്കലല്ലേ? CPMന്റെ നില നമുക്കൊന്ന് നോക്കാം. LDF ആകെ നേടി 35 സീറ്റിൽ CPMന്റെ വിഹിതം ദയനീയമായി കുറഞ്ഞു. കോട്ടകൾ എന്ന് കരുതിയിരുന്ന കണ്ണൂരിലും ആലപ്പുഴയിലും വരെ വിള്ളലുകൾ നല്ല രീതിക്ക് വീണു. അത് അങ്ങനെ ഒട്ടിച്ചു മാറ്റാൻ പറ്റുന്ന വിള്ളലുമല്ലല്ലോ. 102 സീറ്റുകൾ നേടി UDF അധികാരം പിടിച്ചെടുത്തത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഭരണം എത്രത്തോളം മടുത്തിരുന്നു എന്നതിന് തെളിവാണ്. CPM സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് വായിച്ചാൽ അപ്പോൾ തോന്നും നമ്മൾ വേറെ ഏതോ ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്ന്. വ്യക്തികളെ കുറ്റപ്പെടുത്തി ചർച്ച വേണ്ട എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളെയും അദ്ദേഹത്തിന്റെ ശിങ്കിടികളെയും ഒക്കെ സംരക്ഷിക്കാനാണ്. പക്ഷേ അതിനുള്ളിലിരുന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പാർട്ടിയെ ഈ ഗതിയിലാക്കിയതെന്ന് അണികൾക്ക് പോലും അറിയാം. ജനങ്ങളെ അടിച്ചമർത്തിയും വികസനത്തിന്റെ പേരിൽ പാവപ്പെട്ടവന്റെ ഭൂമി പിടിച്ചെടുത്തും പെൻഷൻ നൽകാതെ വലച്ചും നിങ്ങൾ കാട്ടിക്കൂട്ടിയ ക്രൂരതകൾക്ക് വോട്ടർമാർ തന്ന മറുപടിയാണത്. പക്ഷെ അത് അംഗീകരിക്കാൻ ഇവരുടെ ഈഗോ അനുവദിക്കില്ല. അതങ്ങനെയാണല്ലോ. കമ്മികളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബാലികേറാമല പോലെയാണ്. കേരളം മുഴുവൻ പ്രതിഷേധം പുകയുമ്പോഴും ആ പ്രതിഷേധം തങ്ങൾക്കെതിരെയല്ല എന്ന് വിശ്വസിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഇതിങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയ അന്ധത എന്ന് വിളിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. എന്തുകൊണ്ട് 2026-ൽ ജനങ്ങൾ ഇവരെ കൈവിട്ടു? ഒന്നാമത്, ഒരു സംശയമില്ലാതെ പറയാം, സാമ്പത്തിക തകർച്ചയും ഭരണസ്തംഭനവും. ഖജനാവ് കാലിയായിട്ടും പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ആഡംബരത്തിന് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറയും. അടുത്തത്, അഴിമതിയുടെ ആഴക്കടൽ. മാസപ്പടി മുതൽ ക്യാമറ വരെ നീളുന്ന വിവാദങ്ങൾ. ശബരിമല കൊള്ള വേറെ, അതിൽ ഞാൻ അവസാനം പറയാം. ഓരോ അഴിമതി പുറത്തു വരുമ്പോഴും അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ജനം കോടതിയിലല്ല പോളിംഗ് ബൂത്തിൽ വിധി എഴുതി. പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് കോടികൾ മുടിച്ചു നടത്തിയ യാത്രയിൽ പ്രതിഷേധിച്ചവരെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ മർദ്ദിച്ചത് ഓർമ്മയില്ലേ? ആ മർദ്ദനമേറ്റ ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളും 2026-ൽ കരുതി വെച്ച മറുപടിയാണിത്. അങ്ങനെ തകർന്ന ക്രമസമാധാനമാണ് അടുത്തത്. പോലീസിനെ പാർട്ടി സെല്ലുകളാക്കി മാറ്റിയതും ഗുണ്ടകൾക്കും ലഹരി മാഫിയയ്ക്കും സർക്കാർ കുടപിടിച്ചതും ജനങ്ങളിൽ വലിയ അമർഷം ഉണ്ടാക്കി. ബംഗാളിൽ 34 വർഷം ഭരിച്ചവർ ഇന്ന് എവിടെയാണ്? അവിടെയും ഇതുപോലെയായിരുന്നു. ഓരോ തോൽവിയും അവർ പറയും ജനങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന്. ത്രിപുരയിൽ എന്തായി? ഇന്ന് അവിടെ പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അത് തന്നെയാണ് ഇനി ഇവിടെയും തുടരാൻ പോകുന്നത്. അതെ,
കേരളത്തിലെ CPM-ഉം ആ പാതയിലാണ്. 35 സീറ്റിലേക്ക് വീണിട്ടും 13 മന്ത്രിമാർ പരാജയപ്പെട്ടിട്ടും സ്വയം വിമർശനം എന്ന വാക്ക് പോലും പാർട്ടി റിപ്പോർട്ടിലില്ല. പകരം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്ന പച്ചക്കള്ളം എഴുന്നള്ളിക്കുന്നു. ഇപ്പോഴും അവർ പിടിച്ച മുയലിന് 10 കൊമ്പ, 3 അല്ല. തോറ്റത് LDF അല്ല, കേരളത്തിലെ ജനങ്ങൾ അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു. എങ്ങനെ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കും? ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പ് എന്ന പഴഞ്ചൊല്ല് CPM-ന് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPM-ന് വേണ്ടിയല്ല, LDF-നെ വേണ്ടി. ജനവിധി അംഗീകരിച്ച് മാന്യമായി രാജിവെച്ച് ഒഴിയുന്നതിന് പകരം തോൽവിയുടെ ഉത്തരവാദിത്തം സാഹചര്യങ്ങൾക്കും മാധ്യമങ്ങൾക്കും മേൽ കെട്ടിവെക്കാനാണ് ഇവർ മുഴുവനും ഒറ്റക്കെട്ടായി ശ്രമിക്കുന്നത്. 102 സീറ്റ് നേടി UDF വരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തരംഗമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഇതിനേക്കാൾ വലിയ കസേരകളിയാണ്. എന്തായാലും ആ തരംഗത്തിലും ഞങ്ങൾ തകർന്നില്ല എന്ന് പറയാൻ വല്ലാത്ത മനക്കെട്ടി തന്നെ വേണം. ജനങ്ങൾ നിങ്ങളെ വെറുക്കുന്നു എന്നവർ വോട്ടിലൂടെ പറഞ്ഞു കഴിഞ്ഞു. പിണറായി വിജയനെ വെറുപ്പിന്റെ അങ്ങേയറ്റത്തിലാണ്. ഇനിയെങ്കിലും ആ തൊലിക്കെട്ടി മാറ്റി വെച്ച് ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകൂ. 2026 ഈ വിധി കേവലം ഒരു തിരഞ്ഞെടുപ്പ് ഫലമല്ല, അത് അഹങ്കാരത്തിനെതിരെയുള്ള ജനങ്ങളുടെ പോരാട്ടമാണ്. പക്ഷെ CPM ഇപ്പോഴും കണ്ണട ചിരട്ടാക്കുന്നു. 35 സീറ്റിൽ ഒതുങ്ങിയിട്ടും അഹങ്കാരം മാറിയിട്ടില്ലെങ്കിൽ വരും കാലം ഈ പാർട്ടിയെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും. പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഈ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കാനുള്ള ആർജവമാണ് ഒരു ജനാധിപത്യ പാർട്ടിക്ക് വേണ്ടത്. അതല്ലാതെ പിടിച്ച മുയലിന് 10ഉം 15ഉം കൊമ്പെന്നും വാദിക്കുന്നവരോട് കേരളം ഇനി ക്ഷമിക്കില്ല. ഇനി നമുക്ക് CPM സംസ്ഥാന സമിതി റിപ്പോർട്ടിൽ ബോധപൂർവം മറച്ചുപിടിച്ച ചില ക്രൂരതകളിലേക്ക് കടക്കാം. 2026 ഈ പതനത്തിന്റെ പിന്നിൽ കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് കേരളത്തിലെ സാധാരണക്കാരോടും വിശ്വാസികളോടും ഈ സർക്കാർ ചെയ്ത നീതികേടിന്റെ കനലുണ്ട്. ആ കനലാണ് 35 സീറ്റിലേക്ക് ഇവരെ ചുട്ടരിച്ചത്. ആചാരങ്ങൾക്കുമേൽ നടത്തിയ അസുര താണ്ഡവം. അതായത് മലയാളി ഒരിക്കലും മറക്കില്ല ശബരിമല എന്ന പുണ്യഭൂമിയെ ഇവർ എങ്ങനെയാണ് ഒരു യുദ്ധക്കളമാക്കി മാറ്റിയത് എന്ന്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ എന്ന പേരിൽ ഭക്തരുടെ നെഞ്ചത്ത് ചവിട്ടി ആചാര ലംഘനം നടത്താൻ പോലീസ് അകമ്പടിയോടെ ആക്ടിവിസ്റ്റുകളെ മലകയറ്റിയ പിണറായി വിജയന്റെ ധിക്കാരം ജനങ്ങൾ മറക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? പമ്പയിൽ കണ്ണീരൊഴുക്കിയ അമ്മമാരെയും ലാത്തിക്ക് തല്ലിച്ചതച്ച അയ്യപ്പ ഭക്തരെയും ഈ 35 സീറ്റിലിരുന്ന് നിങ്ങൾ ഓർക്കണം. വിശ്വാസികളെ ക്രിമിനലുകളായി ചിത്രീകരിച്ച് 10,000-കണക്കിന് ഭക്തർക്കെതിരെ കള്ളക്കേസുകൾ എടുത്തു. കഴിഞ്ഞില്ല. ശബരിമലയോട് കാണിച്ച ക്രൂരത അവിടെ അവസാനിച്ചില്ല. കൊള്ള നടത്തി. അവിടുത്തെ അയ്യപ്പന്റെ വിഗ്രഹം പോലും ഇന്ന് ആ പഴയ വിഗ്രഹമാണോ എന്നറിയില്ല. അയ്യപ്പന്റെ നടയിലെ ആ കൊള്ളയെക്കുറിച്ച് പല കഥകളും പുറത്തു വരുന്നുണ്ട്. ആചാര സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയവർക്ക് നൽകിയ ആ മുറിവുകൾക്ക് വോട്ടർമാർ തന്നെ തന്ന മറുപടിയാണിത്. നിങ്ങൾ ശബരിമലയെ തകർക്കാൻ നോക്കി, പക്ഷെ അയ്യപ്പൻ നിങ്ങളെ 35 സീറ്റിൽ ഒതുക്കി എന്ന് പറയാൻ ഇന്ന് വിശ്വാസികൾക്ക് മടിയുണ്ടാകില്ല. അഴിമതിയുടെ ആഴക്കടൽ, ജനങ്ങളെ കൊള്ളയടിച്ച് ഭരണകൂടം, അതാണിവർ. ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇവരുടെ ക്രൂരത. കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയായ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഓർമ്മയുണ്ടല്ലോ. അതെങ്ങനെ മറക്കാൻ പറ്റുമല്ലേ? പാവപ്പെട്ടവന്റെ ആയുഷ്കാല സമ്പാദ്യം പാർട്ടിക്കാർ അടിച്ചുമാറ്റി സുഖിച്ചു. മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത ആ ബാങ്കിന്റെ പടിക്കൽ വന്ന് ആത്മഹത്യ ചെയ്ത വൃദ്ധരുടെ ശാപം ഇവർക്ക് വിനയായിട്ടുണ്ട്. പോരാത്തതിന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദം വേറെയും. അതിനെല്ലാം ചോദ്യം ഉന്നയിക്കുമ്പോൾ മുഖ്യൻ എന്ത് പറഞ്ഞു? കടക്ക് പുറത്തുനിന്ന് ഒരു സേവനവും നൽകാതെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് കോടികൾ വാങ്ങുക. ഇതൊക്കെ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടം മുട്ടും. കടലിലെ മീനിനെ വരെ വിദേശ കമ്പനികൾക്ക് വിൽക്കാൻ നോക്കിയ ആഴക്കടൽ മത്സ്യബന്ധന തട്ടിപ്പ്, കേരളം മുഴുവൻ ക്യാമറ വെച്ച് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കാൻ നോക്കിയ ക്യാമറ അഴിമതി. ഇങ്ങനെ അഴിമതിയുടെ പരമ്പര തന്നെ ഈ 10 വർഷം നമ്മൾ കണ്ടു. സർക്കാരിനെതിരെ മിണ്ടുന്നവരെ ജയിലിലടച്ചും മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയും മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ കരുതി. ഇപ്പോഴും നിങ്ങൾ വാശി പിടിക്കുന്നു. തെറ്റ് ഞങ്ങളുടേതല്ല, ഇത് ജനങ്ങളുടെ തെറ്റാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം ഈ പാർട്ടി ഇനി എത്ര നാളുകൂടി നമ്മുടെ കേരളത്തിലും അവശേഷിക്കുമെന്ന്. എന്തായാലും കനൽ ഒരു തരി ഇപ്പോൾ ബാക്കിയില്ല. കനൽ കെട്ടണഞ്ഞു. ഇനി ഈ പാർട്ടിയുടെ ഭാവി, പിണറായി വിജയന്റെ ഭാവി കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇവരുടെ ഈ ഒരു പിടിവാശിയിൽ, ഈ തൊലിക്കെട്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അത് കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.